തുടങ്ങാം. നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചിരിക്കല്ലേ കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ ആകുന്നത്. ഒന്ന് റിലാക്സ് ആവും എല്ലാവരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ. അപ്പം ഞാനിങ്ങനെ റെഡി 1 2 3 എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കണേ. റെഡിയല്ലേ? മാസ്ക് വെച്ചാൽ എടുക്കണമെന്നില്ല. റെഡിയല്ലേ? യെസ്. റെഡി 1 2 3. വിട്ടോ പതുക്കെ പിടിച്ചു വെക്കണ്ട. ഓക്കെ. ഒരു കുഞ്ഞ് കഥ പറഞ്ഞു തരട്ടെ? പറയട്ടെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇല്ലേ? ഇഷ്ടമാണോ? ഒരു കുഞ്ഞു കഥ. മലയാളത്തിനെ ഒരുപാട് കവിതകളൊക്കെ സമ്മാനിച്ച, മലയാളത്തിൻ്റെ മധുരം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു മഹാകവിയായിരുന്നു ആര്? നമ്മുടെ ONV കുറുപ്പ് സാറ് അല്ലേ? ONV കുറുപ്പ് സാറ് ഒരു ദിവസം ഒരു വിദേശത്ത് ഒരു സർവകലാശാലയിൽ പോയി ഒരു ക്ലാസ് എടുക്കാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഒരു വിദേശ സർവകലാശാലയിലെ വിദ്യാർത്ഥി ചാടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, സാറേ അതെങ്ങനെ അലക്സാണ്ടർ ഗ്രേറ്റ് ആവുക? ഒരുപാട് സ്വത്തുക്കളും രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചതാണോ അയാളുടെ ഗ്രേറ്റ്നസ്? ഒരുപാട് പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയതാണോ അയാളുടെ ഗ്രേറ്റ്നസ് എന്ന് ചോദിച്ചു. അപ്പോൾ സാറൊന്ന് വല്ലാതെ ആയിപ്പോയി. അയ്യോ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും അല്ലേ? നിങ്ങളായാലും ഒന്ന് പതറിപ്പോവില്ലേ? അപ്പോൾ സാറ് ഒന്ന് തിരിച്ച് റൂമിലെത്തി ആലോചിച്ചു, റെഫറൻസ് നോക്കി. ഇന്നാണെങ്കിൽ നമുക്ക് വേഗം മൊബൈൽ എടുത്ത് എന്ത് ചെയ്യാം, ChatGPT നോക്കാം, അലക്സാണ്ടർ ഗ്രേറ്റ് ആണോ ഓർ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കാം. അന്ന് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ സാറ് കുറേ പുസ്തകങ്ങൾ റെഫർ ചെയ്ത സമയത്ത് സാറിനൊരു കാര്യം മനസ്സിലായി. ലോകം മുഴുവൻ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ഇങ്ങനെ അലക്സാണ്ടർ ഏഷ്യയിലെത്തി, ഏഷ്യയിൽ നിന്ന് പതുക്കെ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു. അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു, നാട്ടുരാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അന്ന് നമ്മുടെ ഭാരതത്തിലെ സൈനികരുടെ ആ വീര്യത്തിന് മുന്നിൽ അലക്സാണ്ടർ ഒന്ന് പതറിപ്പോയി. അലക്സാണ്ടർ സൈന്യം ഒന്ന് ക്ഷീണിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, രണ്ടാമത് അദ്ദേഹം ഒന്ന് പതറിപ്പോയത്, ഇവിടെ കുറേ ആളുകൾ അദ്ദേഹം കണ്ടു, കയ്യിലൊന്നുമില്ല, 5 പൈസ പോലും കയ്യിലില്ല. പക്ഷെ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, അവരൊക്കെ സമ്പൂർണ്ണമായി തൃപ്തരാണ്. അപ്പോൾ ഇത് അലക്സാണ്ടർ മനസ്സിലായില്ല. പൈസയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുക? പുള്ളി എങ്ങനെ ആലോചിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ജീവിതങ്ങൾ കാണുന്നു, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും പൂർണ്ണ തൃപ്തരാണ്, അവർ സന്തോഷിക്കുന്നു, കുടുംബത്തോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കുന്നു, അവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ അലക്സാണ്ടർ വിചാരിച്ചു, ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ സുഖത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഇതൊന്നും കഷ്ടപ്പെടാതെ തന്നെ ഇതെന്താണ് ഈ മാജിക്ക്? മനസ്സിലാവുന്നില്ല. അദ്ദേഹം വീണ്ടും ഒന്ന് പതറിപ്പോയി. അങ്ങനെ ഒരുപാട് ക്ഷീണിതനായി അദ്ദേഹം തിരിച്ചു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്. കപ്പൽ മാർഗമാണ് പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ഈ ജോലിക്കാരനെ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അഥവാ ഞാൻ ഈ യാത്രയിൽ മരിച്ചു പോകുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ 2 കൈകളും ഇങ്ങനെ തുറന്ന് വെക്കണം. ഈ ലോകം മുഴുവൻ കാണണം. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ എന്ന മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ, മരിക്കുമ്പോൾ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന സത്യം ഈ ലോകം മുഴുവൻ കാണണം. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ONV കുറുപ്പ് സാർ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു സെഷനിൽ പോയിട്ട് പറഞ്ഞു, ഇനി പറ, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ആ ഗ്രേറ്റ്നെസ് ഉണ്ടാകുന്ന ഒരാൾക്കല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ അല്ലേ? അങ്ങനെ അലക്സാണ്ടറെ പോലും പരിവർത്തനം ചെയ്യിച്ച ഒരു നാട്ടിലാണ് നാം ഓരോരുത്തരും ജനിച്ചതും ജീവിക്കുന്നതും. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകത്തിന് തന്നെ മാതൃകയായി നമ്മുടെ രാജ്യത്തിൻ്റെ വീരപുത്രനായി മാറിയത്. അത് ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം അനിൽ എന്നൊരു മനുഷ്യൻ ബഹിരാകാശത്തേക്ക് യാത്ര തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ ഈ സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നാം ഓരോരുത്തരും. സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യവും കുതിക്കാൻ തുടങ്ങും. പക്ഷേ അത് ഇല്ലാതാക്കാൻ, നമ്മുടെ മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നിങ്ങൾ ഓരോരുത്തരെയും ഉറക്കിയാൽ മതി, നിങ്ങൾ ഓരോരുത്തരെയും സ്വബോധമില്ലാതാക്കിയാൽ മതി. എന്ത് സംഭവിക്കും? നമ്മുടെ രാജ്യവും ക്ഷീണിക്കും, നമ്മുടെ രാജ്യവും പിറകോട്ട് പോകും. അതിന് ഇപ്പോൾ ചില ആസുര ശക്തികൾ കണ്ടെത്തിയ മരുന്നാണ് മയക്കുമരുന്ന്.
അപ്പോൾ എത്രത്തോളം വലിയൊരു പോരാട്ടമാണ് ഈ സമയത്ത് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഞാൻ പങ്കുവച്ചത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വാരിയർ ആകാം, യോദ്ധാവാകാം. നിങ്ങൾ ഒരാൾ പോലും ഈ ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴില്ലെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. പക്ഷെ അതുമാത്രം പോരാ. നമ്മുടെ പോരാട്ടം അവിടെ അവസാനിക്കുന്നില്ല. പകരം നമുക്ക് ചുറ്റും നമ്മുടെ ഉറ്റവരുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരിൽ ആരെങ്കിലും ഈ ചതിക്കുഴിയിലൊന്ന് വീണുപോയാൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ദൗത്യം ആർക്കുണ്ട്? നിങ്ങൾക്കോരോരുത്തർക്കുമുണ്ട്. ആ ദൗത്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ജനം ടി വിയെ പോലെ ഒരു മാധ്യമ സ്ഥാപനം, ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം, അതിൻ്റെ 3-ാം പതിപ്പായി ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി, നിങ്ങൾക്കായി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിലുള്ള കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കട്ടെ.